അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. ഇൻഷാ അല്ലാഹ് പ്രിയരെ, ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായിട്ടുള്ള ഒരു ഇസ്മ പറഞ്ഞു തന്നാലോ. നിങ്ങൾക്കറിയാം, ഈ ചാനലിലൂടെ അള്ളാഹുവിൻ്റെ ഒരുപാട് ഇസ്മുകളെ കുറിച്ചുള്ള ഫലങ്ങളും മഹത്വങ്ങളും ഒക്കെ നിരവധി പറയുന്നുണ്ടല്ലേ. അതൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ള വിശ്വാസമുണ്ട് എനിക്ക്. ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറയുന്ന അറിവുകളും പഠിക്കുന്ന അറിവുകളും നിങ്ങളിലേക്ക് എത്തിക്കുന്ന അറിവുകളും നമുക്കെല്ലാവർക്കും നമ്മുടെ ലൈഫിൽ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ ദായിമായിട്ട് യൂസ് ചെയ്യാനുള്ള ഭാഗ്യം, അതിൻ്റെയൊക്കെ മഹത്വങ്ങൾ നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഭാഗ്യം, തൗഫീഖ് നമുക്ക് ഏവർക്കും പടച്ചോൻ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ 99 ഇസ്മുകളിൽ വളരെ പ്രധാനപ്പെട്ടതും ഒരുപാട് ഗുണങ്ങളുള്ളതും ഒരുപാട് ഫലങ്ങളുള്ളതും നമ്മുടെ ലൈഫിൽ ഒരുപാട് തരത്തിൽ അഫക്റ്റ് ചെയ്യുന്നതും പ്രത്യേകിച്ച് നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആകുന്നതുമായിട്ടുള്ള ഒരു ഇസ്മ പറഞ്ഞുതരാം. എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. അതോടൊപ്പം ഈ പറയുന്ന ഇസ്മും അതിൻ്റെ മഹത്വങ്ങളും മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കത് പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. ആമീൻ. വിഷയത്തിലേക്ക് വരാം. പ്രിയരെ, നമ്മൾ പറയാൻ പോകുന്ന ഇസ്മ ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ ഫലങ്ങൾ ആദ്യം കേട്ട് നോക്കി. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടല്ലേ, നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടല്ലേ. ആ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈ ഇസ്മ ചൊല്ലിയിട്ട് പടച്ചോനോട് ചോദിച്ചാലേ ഓന് നമുക്ക് സാധിപ്പിച്ച് തരുന്ന്, അഥവാ നമ്മുടെ ദുആക്ക് പ്രധാനപ്പെട്ട ഇജാബത്തോൻ തരുന്ന്. സുബ്ഹാനല്ലാഹ്. രണ്ടാമത്തെ ഗുണമുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്കുണ്ടാകുന്നു. അതേപോലെ തന്നെ മൂന്നാമത്തെ ഒരു ഗുണമാണ്, നമുക്ക് പെട്ടെന്ന് അള്ളാഹു നമ്മുടെ ദുആക്ക് ഇജാബത്ത് തരും. മനസ്സിലായില്ലേ? നാലാമത്തെ ഒരു മഹത്വമുണ്ട്. എന്താ അറിയോ? നമുക്ക് ഹൃദയവിശാലത ലഭിക്കും. നമ്മൾ പല സാഹചര്യങ്ങളിലും ഹൃദയം കുടുസായവരാണല്ലേ. നമ്മളോട് മറ്റുള്ളവർ ചെയ്യുന്ന ചെറിയ ചെറിയ അക്രമങ്ങൾക്ക് അല്ലെങ്കിൽ ചെറിയ ചെറിയ നമ്മളെ ബുദ്ധിമുട്ടാക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ വളരെ പ്രഹസനപരമായിട്ട് അല്ലെങ്കിൽ വളരെ ആളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ നമ്മൾ ആളോട് റിയാക്ട് ചെയ്യൂലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹൃദയവിശാലത നൽകും. ഹൃദയവിശാലത ഇല്ലായ്മ കൊണ്ട് നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ കാട്ടിക്കൂട്ടുന്നത്. ചെറിയൊരു വാക്കിൻ്റെ പേരിൽ നമ്മൾ ഓരോരുത്തരെ അടിക്കുന്നു, അതുപോലെ ചെറിയൊരു വാക്ക് പേച്ചത്തിൻ്റെ പേരിൽ നമ്മൾ അവരോട് ബന്ധം മുറിക്കുന്നു. ഇങ്ങനെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളാണല്ലേ. അള്ളാഹു കാക്കട്ടെ. അപ്പോൾ ഇതിന്നൊക്കെ നമുക്ക് രക്ഷ കിട്ടും, ഹൃദയം വിശാലാകും. അതുപോലെ തന്നെ മറ്റൊരു ഫലമാണ്, നമുക്ക് ഐശ്വര്യം ലഭിക്കും. നല്ല ഒരു വീട്, അതിലേക്കുള്ള സാഹചര്യങ്ങൾ പടച്ചോൻ ഒരുക്കി തരും. അതേപോലെ തന്നെ നമുക്ക് കടങ്ങളുണ്ടെങ്കിൽ അത് വീടാനുള്ള വഴി പടച്ചോൻ തരും, എന്നിട്ട് നമുക്ക് ഐശ്വര്യം നൽകും. അതുപോലെ തന്നെ ജോലി ഇല്ലാത്തവർക്ക് നല്ല അടിപൊളി ജോലി കൊടുത്തുകൊണ്ട് അവർക്ക് ഐശ്വര്യം നൽകും. ഇങ്ങനെ പല രീതിയിൽ പടച്ചോനെ നമ്മളെ ഐശ്വര്യന്മാരാക്കും ഇൻഷാ അല്ലാഹ്. പറഞ്ഞത് മനസ്സിലായില്ലേ? അതാണ് ഈ പറയാൻ പോണ ഇസ്മിൻ്റെ പവർ. അതേപോലെ തന്നെ മറ്റൊരു ഗുണമാണ്, അള്ളാഹു നമുക്ക് ഒരുപാട് മഹത്വം തരും, ഒരുപാട് മറ്റുള്ളവർക്കിടയിൽ ഒരുപാട് സ്ഥാനങ്ങൾ തരും ഇൻഷാ അല്ലാഹ്. മനസ്സിലായോ? അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഗുണമാണ്, നമ്മുടെ മനസ്സിലുള്ള അത്യാഗ്രഹം ഉണ്ടല്ലോ. നമുക്ക് 100 രൂപ ഡെയിലി വരുമാനം ഉണ്ടെങ്കിൽ അത് ഇനിയും 1000 ആകണം, അല്ലെങ്കിൽ 1000 റുപ്യ കിട്ടുന്നുണ്ടെങ്കിൽ അത് 10,000 ആവണം. ഇങ്ങനെയുള്ള അത്യാഗ്രഹം. അതുപോലെ തന്നെ കുറച്ച് ഭക്ഷണം കിട്ടിയ ഇനിയും വേണം, അല്ലെങ്കിൽ വേറെ ആളേക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടിയാൽ ഇനിയും വേണം. ഇങ്ങനെ അത്യാഗ്രഹം ഉണ്ടാവുമല്ലോ, അത് മനസ്സിൽ നിന്നകലും ഈ ഇസ്മ പതിവാക്കുന്നവരുടെ. അതുപോലെ തന്നെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മാനസികാവസ്ഥ പടച്ചവനവർക്ക് കൊടുക്കും. മനസ്സിലായില്ലേ? ഇങ്ങനെ നിരവധി അനവധി ഫലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു അത്ഭുത ഇസ്മാണ്. ഇനി ഞാൻ ഈ ഇസ്മ പറഞ്ഞെന്നാലോ, നമ്മൾ മഹത്വങ്ങൾ പറഞ്ഞു, ഫലങ്ങൾ പറഞ്ഞു, ഇസ്മ ഇതുവരെ പറഞ്ഞില്ല അല്ലേ. ഇസ്മ പറഞ്ഞെന്നാലോ, യാ വാസിഉ യാ വാസിഉ യാ വാസിഉ, ഇതാണ് ഇസ്മ. ഈ ഇസ്മ നമ്മുടെ ലൈഫിൽ മുമ്പ് പറഞ്ഞതുപോലെ നിത്യമായിട്ട് നമ്മൾ ചൊല്ലുകയാണെങ്കിൽ ഈ പറഞ്ഞ ഗുണങ്ങളും ഫലങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ, എക്സ്പീരിയൻസ് ചെയ്യാൻ തൗഫീഖ് പടച്ചോൻ തരും ഇൻഷാ അല്ലാഹ്. പറഞ്ഞു മനസ്സിലായില്ലേ? യാ വാസിഉ യാ വാസിഉ. നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഈ ഇസ്മും അതിൻ്റെ ഗുണങ്ങളും ഫലങ്ങളും ഒക്കെ ഉൾക്കൊള്ളാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തായാലും ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.